Hello. Magic morning to all. Magic morning. Okay. Magic എല്ലാവരും morning. എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് മാജിക് മോർണിംഗ് ടൈപ്പ് ചെയ്യാവോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ എടുക്കുന്നത് നമ്മുടെ NLP സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ പ്രവീണ മാം ആണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് ദ ക്രിസ്മസ് ഗിഫ്റ്റ് എന്നാണ്. ഓക്കെ, നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ ഈ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം മാം. ഗുഡ് മോർണിംഗ് ഗോപിക, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന ഈ ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഓക്കെ, എനിക്കിവിടെ ഗോപികയെ കാണാം, മണിസാരെ കാണാം, നദീറയെ കാണാം. അപ്പൊ വീഡിയോ ഓൺ ചെയ്യാൻ സാധിക്കുന്നവരെല്ലാം തന്നെ വീഡിയോയിൽ വരിക, ഈ ഒരു സെഷൻ ആസ്വദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് റോസിയുടെ ഒരു കൊച്ചു സങ്കടത്തെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. റോസി ഇന്ന് സ്കൂളിലേക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് രാവിലെ പുറപ്പെട്ടത്. പക്ഷെ വൈകിട്ട് തിരിച്ചെത്തിയപ്പോ റോസി ഭയങ്കര വിഷമത്തോടു കൂടിയാണ് തിരിച്ചെത്തിയത്. ഒന്നും മിണ്ടാതെ തന്റെ വീടിന്റെ ഒരു മൂലയിൽ പോയിരുന്ന് സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. പക്ഷെ കരയുന്നൊന്നുമില്ല, പക്ഷെ ഒരുപാട് സങ്കടത്തോടു കൂടി ആരോടും മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ വൈകിട്ട് റോസിയുടെ അമ്മ വന്നപ്പോഴും റോസി ചോദിക്കുന്നതിനൊന്നും ഉത്തരം പറയുന്നില്ല. റോസി ഭയങ്കര വിഷമത്തോടു കൂടി ആ കസേരയിൽ നിന്ന് എണീക്കുകയോ ഒന്നും കഴിക്കുകയോ ഒന്നും ചെയ്യാതെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ റോസിയുടെ അമ്മ വിചാരിച്ചു, ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ ആയിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി എന്റെ റോസിക്കുട്ടിക്ക് എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾക്കുള്ള കാപ്പിയുമായിട്ട് റോസിയുടെ അടുത്തേക്ക് അമ്മ ചെന്നു. റോസിയോട് ചോദിച്ചു, എന്ത് പറ്റി, ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിട്ടും തിരിച്ചു വന്നപ്പം ഇത്രയും വിഷമത്തോട് കൂടിയിട്ടാണല്ലോ വന്നത്, എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോ റോസിക്ക് കണ്ണെന്ന് ഇങ്ങനെ വെള്ളം വരാൻ. അപ്പൊ റോസി പിന്നെ പറയാൻ തുടങ്ങി, ഇന്ന് ക്രിസ്മസ് ഞാൻ എന്റെ ഫ്രണ്ടിനും കൊടുത്തു. അപ്പൊ റോസിയുടെ അമ്മ പറഞ്ഞു, നമ്മൾ നല്ലൊരു ഇന്നലെ പോയിട്ടല്ലേ നമ്മൾ ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയത്, റോസിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആണ് വാങ്ങിയത്, പിന്നെ എന്തു പറ്റി? പക്ഷെ റോസിക്കുട്ടിക്കുള്ള സങ്കടം എന്ന് വെച്ചാൽ റോസിക്ക് കുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റ് റോസിക്കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് റോസിക്കുട്ടിക്ക് ഏറ്റവും വലിയ സങ്കടം. നല്ലൊരു ഗിഫ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റാണ് റോസിക്കുട്ടി വാങ്ങിക്കൊടുത്തത് കേട്ടോ, ഫ്രണ്ടിനായിട്ട് വാങ്ങിക്കൊടുത്തത്. പക്ഷെ തിരിച്ച് റോസിക്ക് കിട്ടിയപ്പോ റോസിക്ക് എന്തോ ആ ഗിഫ്റ്റിൽ എത്ര സന്തോഷം തോന്നി. അപ്പൊ റോസിയെ സമാധാനിപ്പിക്കാനായിട്ട് അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അവിടെയാണ് ഒരു പക്ഷെ ഈ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന ടോപ്പിക്കിന്റെ പ്രാധാന്യം വരുന്നത്. അതിൽ ആദ്യമായിട്ട് റോസിക്കുട്ടിക്ക് അമ്മ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ദിവസം അരവിന്ദ് ഒച്ച കേട്ട് പുറത്തേക്ക് വന്ന് നോക്കുമ്പോ തന്റെ കൂട്ടുകാരൻ നല്ലൊരു കാറുമായിട്ട് മുന്നിൽ വന്ന് ഹോൺ അടിക്കുന്നതാണ് അരവിന്ദ് കാണുന്നത്. അരവിന്ദ് ഓടിച്ചെന്ന് കൂട്ടുകാരനോട് ചോദിച്ചു, എവിടുന്നാണ് ഈ പുതിയ കാറ്? അപ്പൊ അരവിന്ദ് പറഞ്ഞു, അരവിന്ദന്റെ കൂട്ടുകാരൻ പറഞ്ഞത്, ഇത് എനിക്ക് എന്റെ ചേട്ടൻ വാങ്ങിത്തന്ന കാറാണ്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തപ്പോൾ ചേട്ടൻ എനിക്ക് വേണ്ടി സമ്മാനിച്ച കാറാണ്. അപ്പൊ ഇന്ന് നമുക്കൊരു റൈഡ് പോകാം. അപ്പൊ അരവിന്ദ് പറഞ്ഞു, ഞാൻ ഇതിന് പോകുമ്പോ എന്റെ ചേട്ടനെ കൂടി കൂട്ടിക്കോട്ടെ എന്ന് അരവിന്ദ് ചോദിച്ചു. ഓടിച്ചെന്ന് അരവിന്ദ് അച്ഛനും അമ്മയുടെ സഹായത്തോടു കൂടി തന്റെ ചേട്ടനെ കോരിയെടുത്ത് കാറിലേക്ക് വെച്ചു. കാരണം അരവിന്ദിന്റെ ചേട്ടൻ നടക്കാനാവില്ല, ഒരു ആക്സിഡന്റിലാണ് രണ്ട് കാലിന്റെയും ശേഷി നഷ്ടപ്പെട്ടത്. ഇങ്ങനെ അരവിന്ദ് തന്റെ ചേട്ടനെയും കൂട്ടി കൂട്ടുകാരന്റെ പുതിയ കാറിൽ ആ ടൗൺ മുഴുവൻ കണ്ട് തിരിച്ചു വന്ന് അരവിന്ദ് തന്റെ ചേട്ടനോട് പറയുന്നത് ഇങ്ങനെയാണ്, ചേട്ടാ എങ്ങനെയുണ്ട് കാറിലെ യാത്രയൊക്കെ? അപ്പൊ അരവിന്ദന്റെ ചേട്ടൻ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു, നിന്റെ കൂട്ടുകാരന് നിന്റെ ചേട്ടനാണ് ഒരു കാറ് മേടിച്ചു കൊടുത്തത്, പക്ഷെ എനിക്ക് അതുപോലെ ഒന്നും നിനക്ക് വാങ്ങിത്തരാൻ സാധിക്കില്ല. കാരണം എനിക്കിനി പുറത്തേക്ക് പോണെങ്കിൽ പോലും എന്ത് ചെയ്യണമെങ്കിലും ഒരാളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. ഇത് കേട്ടപ്പോ അരവിന്ദ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ചേട്ടൻ വാങ്ങിത്തരാനോ അത് ചേട്ടനെ മോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നുമല്ല ചേട്ടനെ കൊണ്ടുപോയത്. ചേട്ടൻ ഇതുപോലെ ഒരു സമ്മാനം തരാൻ ഞാൻ റെഡിയാണ്. ചേട്ടൻ വലുതാവുമ്പോഴേക്കും അല്ലെങ്കിൽ ഞാൻ വലുതായി വരുമ്പോഴേക്കും നല്ലൊരു കാറ് ചേട്ടന് സമ്മാനമായിട്ട് നൽകും. ആ കാറിൽ ആരുടെ സഹായം ഇല്ലാതെ ചേട്ടന് പോകാനുള്ള സംവിധാനം ഉള്ള ഒരു കാറായിരിക്കും ഞാൻ ചേട്ടന് സമ്മാനമായിട്ട് നൽകുക. ഇത് പറയുമ്പോൾ റോസി അത്ഭുതത്തോടു കൂടി അമ്മയെ ഒന്ന് നോക്കി. അപ്പൊ റോസിയോട് അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ കൊടുക്കുന്ന സമ്മാനം ഏറ്റവും മികച്ചതാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഇവിടെ റോസി രാവിലെ കൊണ്ടുപോയ സമ്മാനം അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങിയ തന്റെ കൂട്ടുകാരിക്കുള്ള സമ്മാനമായിരുന്നു.
ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എത്രത്തോളം സന്തോഷത്തോടു കൂടി കൊടുക്കുക, അത്രത്തോളം സന്തോഷത്തോടു കൂടി അത് നൽകുക എന്നുള്ളതാണ് റോസിക്ക് നൽകിയ അമ്മയുടെ ആദ്യത്തെ പാഠം. രണ്ടാമതായിട്ട് റോസിയോടുള്ള ചോദ്യം ഇങ്ങനെയാണ്: പിന്നെ ഇത്രയും നല്ല സമ്മാനം, നീ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കൊടുത്തിട്ടും എന്തേ പിന്നെ ഇത്ര വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ റോസി പറഞ്ഞിങ്ങനെ: ഞാൻ നല്ല സമ്മാനമല്ലേ വാങ്ങിക്കൊടുത്തത്, പക്ഷെ എനിക്ക് കിട്ടിയത് ഒരു കൊച്ചു സമ്മാനമാണ്, അത് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നി. അപ്പൊ റോസി ഇത് പറഞ്ഞപ്പോ അമ്മ ഒന്ന് ചിരിച്ചു. അപ്പൊ റോസിയോട് അമ്മ പറഞ്ഞത് ഇങ്ങനെ മാത്രം: ഇതാണ് എക്സ്പെക്ടേഷൻ. നമ്മൾ ഏറ്റവും നന്നായി ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കണമെന്നാണ്. ഇവിടെ റോസി വാങ്ങിയ ഗിഫ്റ്റ് റോസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നൽകിയ ഒരു ഗിഫ്റ്റാണ്. പക്ഷെ തിരിച്ചു കിട്ടിയത് റോസിക്ക് അത്രയധികം സന്തോഷം നൽകിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ എക്സ്പെക്ടേഷൻ മാത്രമാണ്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും ഇതാണ്: ഞാൻ നന്നായി ചെയ്തു ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഞാൻ ഏറ്റവും നന്നായി ചെയ്തു, തിരിച്ചു ഏറ്റവും നന്നായിട്ട് എനിക്ക് ഏറ്റവും നല്ല തിരിച്ചു വരണം എന്നുള്ളത് എക്സ്പെക്ടേഷൻ മാത്രമാണ്. അതൊരു പ്രതീക്ഷയാണ്. പക്ഷെ ആ പ്രതീക്ഷ ലഭിച്ചു എങ്കിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക. ആ പ്രതീക്ഷ നമുക്കൊപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടാത്ത രീതിയിലാണ് സംഭവിച്ചതെങ്കിൽ ഇതാണ് ഈശ്വരന്റെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് കിട്ടേണ്ടിയിരുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് അതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ് രണ്ടാമതായിട്ട് വേണ്ടത് എന്ന് റോസിയോട് അമ്മ പറഞ്ഞു. മൂന്നാമതായിട്ട് റോസിയോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഒരു വ്യക്തി ഒരു സമ്മാനം നൽകുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു മനസ്സുണ്ട്. ഈ മനസ്സ് കാണാൻ വേണ്ടി റോസിക്ക് മറ്റൊരു കഥയാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. ക്ലാസ്സിൽ ഇന്ന് ടീച്ചറുടെ ബർത്ത്ഡേ ആണ്. അന്ന് ടോണിക്കുട്ടി, എല്ലാവരും ടീച്ചർക്ക് ബർത്ത്ഡേ സമ്മാനം കൊടുക്കുന്നുണ്ട്. ടോണിക്ക് നൽകി ഒരു നല്ലൊരു ബർത്ത്ഡേ സമ്മാനം. അപ്പൊ കുട്ടികൾ എല്ലാവരും ടീച്ചറോട് പറഞ്ഞു: ടീച്ചർക്ക് കിട്ടിയ സമ്മാനമൊക്കെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? ടീച്ചർ ഓരോ സമ്മാനം എടുത്ത് പൊട്ടിച്ച് എല്ലാവരുടെയും മുന്നിൽ കാണിച്ചു കൊടുത്തു. ഓരോരുത്തരും തങ്ങൾ നൽകിയ സമ്മാനം ടീച്ചർ പൊട്ടിച്ചു നോക്കുമ്പോൾ ടീച്ചറുടെ മുഖത്തുള്ള സന്തോഷം കണ്ട് വളരെ അഭിമാനത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോഴാണ് ടോണിക്കുട്ടി നൽകിയ സമ്മാനം എടുത്ത് ടീച്ചർ പൊട്ടിച്ച് എല്ലാവരും കാണിക്കുന്നത് ഒരു നല്ലൊരു മാലയാണ്. പക്ഷെ ആ മാലയിൽ ഒന്ന് രണ്ട് കല്ലുകൾ പൊടിഞ്ഞു പോയിരിക്കുന്നതായിട്ട് ടീച്ചർ കണ്ടപ്പോൾ ടീച്ചറും പെട്ടെന്ന് എന്തോ ആ പുഞ്ചിരി പെട്ടെന്ന് മാഞ്ഞു പോയി. കാരണം മൂന്നാല് പ്രധാനപ്പെട്ട കല്ലുകൾ ആ മാലയിൽ നിന്ന് പൊഴിഞ്ഞു പോയി. അതായത് അത് പുതിയൊരു സമ്മാനമല്ല, പഴയതെന്തോ ആണ്. ടീച്ചർ ഒന്നും മിണ്ടാതെ ആ പാക്കറ്റ് അതിൽ തന്നെ വെച്ചു. ഇത് കണ്ട കൂട്ടുകാരെല്ലാം ഉറക്കെ ചിരിച്ചപ്പോ ടോണിക്കുട്ടിക്ക് സങ്കടം വന്നു. പക്ഷെ ടോണിക്കുട്ടി ഒന്നും പറയാതെ തന്റെ സീറ്റിൽ പോയിരുന്നു. ഇത് 2 ദിവസം കഴിഞ്ഞ് ടോണിക്കുട്ടിയുടെ വീട്ടിൽ ഒരു മരണം നടന്നതിനെ തുടർന്ന് ടീച്ചർ കുട്ടികളും ആ വീട്ടിലേക്ക് യാത്രയായി. അവിടെ ചെന്നപ്പോ ടോണിയുടെ അമ്മ മരിച്ചു കിടക്കുകയാണ്. ഒരു അസുഖം വന്നതിനെ തുടർന്ന് ടോണിയുടെ അമ്മ മരിച്ചുപോയി. ടോണിയുടെ വീട്ടിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ടീച്ചറും കുട്ടികളും ടോണിയുടെ അടുത്ത് ചെന്നപ്പോ ടോണി ഒരു ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ തന്റെ അമ്മ അണിഞ്ഞിരിക്കുന്നത് ടീച്ചർക്ക് നൽകിയ ഗിഫ്റ്റാണ് ടീച്ചറും കുട്ടികളും തിരിച്ചറിയുകയാണ്. അപ്പൊ ടോണി പറയും: ഇത് ഞാൻ ടീച്ചർക്ക് നൽകിയ സമ്മാനം എന്റെ അമ്മയുടെ പ്രിയപ്പെട്ട മാലകളിൽ ഒന്നാണ്. എന്റെ അമ്മയെ പോലെ എനിക്ക് പ്രിയപ്പെട്ടതാണ് എനിക്ക് ടീച്ചറും. ഇത് പറഞ്ഞപ്പോ ടോണിയുടെ കൂട്ടുകാരെല്ലാവരും വല്ലാത്ത വിഷമത്തിലായി. ടീച്ചറുടെ കണ്ണിൽ നിന്നും ഒരുപാട് കണ്ണുനീരും വരാൻ തുടങ്ങി. ഇവിടെയാണ് ആ ഗിഫ്റ്റിന് പിന്നിലുള്ള മനസ്സിനെ കുറിച്ച് റോസി കുട്ടിക്ക് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞത് ഇത്ര മാത്രം: ഓരോ വ്യക്തിയും ഒരു സമ്മാനം നൽകുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു മനസ്സുണ്ട്. ഒരു സമ്മാനം നൽകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ സമ്മാനം നമുക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം നമ്മളുടെ എക്സ്പെക്ടേഷനും അവരത് സന്തോഷം നൽകാനുള്ള കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമാണ്. അപ്പൊ ഓരോ ഗിഫ്റ്റിന് പിന്നിലുള്ള മനസ്സിനെ തിരിച്ചറിയുക, ആ മനസ്സിനെ റെസ്പെക്ട് ചെയ്യുക എന്ന് റോസി കുട്ടിക്ക് അമ്മ പറഞ്ഞു കൊടുത്തു. നാലാമതായിട്ട് പറഞ്ഞു കൊടുത്ത കാര്യം: ഈ ഒരു ഗിഫ്റ്റ് റോസിക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം റോസിയുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഒരു പക്ഷേ റോസി പണ്ട് എപ്പോഴെങ്കിലും ഇഷ്ടപ്പെട്ട, മനസ്സിൽ ആഗ്രഹിച്ച ഒരു ഗിഫ്റ്റ് ആയിരിക്കും റോസിയിലേക്ക് കടന്നു വന്നിരിക്കും. അല്ലെങ്കിൽ അത്തരം ഒരു നല്ല ഗിഫ്റ്റിനെ കുറിച്ച് റോസി ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. റോസിയോട് അമ്മ ചോദിച്ചത് ഇങ്ങനെയാണ്: രാവിലെ പോകുമ്പോ റോസി എന്താണ് ആലോചിച്ചത്? റോസി പറഞ്ഞു: ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റാണ് എന്റെ കൂട്ടുകാരിക്ക് നൽകിയത്. അപ്പൊ എനിക്ക് കിട്ടുന്നത് എന്ത് ഗിഫ്റ്റ് ആണെങ്കിലും ഞാൻ അത് സന്തോഷത്തോടു കൂടി വാങ്ങിക്കൊണ്ട് വന്ന് പറഞ്ഞ റോസി പക്ഷെ ഇപ്പൊ വളരെ വിഷമത്തിലാണ്.
അപ്പോ അമ്മ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: നമ്മളിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി മാത്രമാണ്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയോ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ റോസിക്ക് കിട്ടിയ ഗിഫ്റ്റ് എപ്പോഴെങ്കിലും റോസ് ജീവിതത്തിൽ ആഗ്രഹിച്ചതായിരിക്കാം, അല്ലെങ്കിൽ റോസി കൃത്യമായ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടല്ല മുന്നോട്ട് പോയത് എന്നുള്ള ഒരു അവയർനെസ്സിലേക്ക് റോസിയെ കൊണ്ടുവരികയാണ്. അമ്മ പറഞ്ഞത് ഇത്ര മാത്രം: ജീവിതത്തിൽ വരുന്നത് എന്തിനേയും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ആ സന്തോഷം അല്ലെങ്കിൽ അത് വരുന്നതൊക്കെ നാം എപ്പോഴെങ്കിലും നമ്മുടെ ഉപബോധ മനസ്സിൽ അല്ലെങ്കിൽ അറിഞ്ഞും അറിയാതെയോ ആഗ്രഹിച്ച കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് എന്ന് റോസിക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മ ഇതും കൂടി കൂട്ടിച്ചേർത്തു. എപ്പോഴും നിനക്ക് വേണ്ടതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. നമ്മുടെ ചിന്തകളിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും വേണ്ട എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. ആ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് കൂടുതൽ വരുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആഗ്രഹിക്കുന്നത് എനിക്ക് എന്താണ് വേണ്ടത് എന്നതിലേക്ക് ഒരു ക്ലാരിറ്റി വേണം. അത് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. അതൊരു വ്യക്തികളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അപ്പോ ഈ ഗിഫ്റ്റിന് പിന്നിലും എന്റെ ചിന്തയും എന്റെ പ്രവൃത്തിയും മാത്രമാണ് ഉത്തരവാദി എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ റോസിയുടെ അമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത്. അവസാനമായിട്ട് റോസിക്ക് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: ഒരു പക്ഷേ ഈ ഗിഫ്റ്റ് വാങ്ങുന്ന സമയത്ത് മനസ്സിലൊരു അല്ലെങ്കിൽ ഗിഫ്റ്റ് വാങ്ങുന്ന സമയത്ത് സന്തോഷം ഉണ്ടായെങ്കിലും അത് പൊട്ടിച്ചു നോക്കിയപ്പോൾ വളരെ വിഷമം തോന്നിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന് മനസ്സുകൊണ്ട് അപ്പോളജൈസ് ചെയ്യുക, അതിന് ഫോർഗീവ്നെസ് നൽകുക. കാരണം ആ സമയത്ത് എനിക്കുണ്ടായ വിഷമം എന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന് ഫോർഗീവ്നെസ് നൽകിയേ പറ്റൂ. അതിന് ചിന്തിക്കേണ്ടത് ഇത്ര മാത്രം: ഐ എം സോറി. ആ സമയത്ത് എന്റെ മനസ്സിലുണ്ടായ ഒരു പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഗിഫ്റ്റ് അല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ നല്ലത് കൊടുത്തിട്ട് എനിക്ക് നല്ലത് കിട്ടിയില്ലല്ലോ എന്ന് തോന്നിയ ആ ഒരു നിമിഷത്തിന് അപ്പോളജൈസ് ചെയ്തുകൊണ്ട് അവിടെ ഫോർഗീവ്നെസ് നൽകുക. തന്നോട് തന്നെ അതിന് മാപ്പ് ചോദിക്കാം. ഐ എം സോറി. അത്തരമൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ഐ എം സോറി. രണ്ടാമത് പറയുക, അത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചതിന് ഐ ആം താങ്ക് യു എന്നുകൂടി പറയുക. വീണ്ടും ഇറ്റ്സ് മൈ ഫോൾട്ട്. കാരണം ഇത് സംഭവിക്കാൻ ഞാനാണ് കാരണം, ഒരിക്കലും ആ വ്യക്തിയല്ല. പിന്നെ ഇത് നേരെയാക്കാൻ ഒരുപക്ഷെ ഫോർഗീവ്നെസ്സിൽ എല്ലാവരും ചോദിക്കേണ്ടതും മറന്നു പോകുന്നതുമായിട്ടുള്ള ഒരു കാര്യം ഇതാണ്: വാട്ട് ക്യാൻ ഐ ഡു ടു ഗെറ്റ് ഇറ്റ് റൈറ്റ്? ഞാൻ ആഗ്രഹിച്ച് നേടുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അതിലേക്ക് ഞാൻ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ കാര്യങ്ങളിലേക്ക് റോസിയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് അമ്മ ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്ന് സമൂഹത്തിൽ ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിൽ പലപ്പോഴും പലർക്കും മുറിവേൽക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. താൻ നന്നായി കൊടുത്തു, പക്ഷെ തിരിച്ചു കിട്ടിയത് എനിക്ക് അത്രയും നല്ലൊരു ഗിഫ്റ്റ് ആയിരുന്നില്ല. പക്ഷെ ഇവിടെ എക്സ്പെക്ടേഷൻ വളർന്നുകൊണ്ടാണ് ഇത്തരം വേദനകൾ നമ്മളെ വിഷമിപ്പിക്കുന്നതും. ഒരു പക്ഷെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇതൊരു പ്രശ്നമായി മാറി എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു ടോപ്പിക് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കിയത്. കാരണം ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പക്ഷെ ഇത് പറയാതെ പറയുന്ന ഒരു സത്യം കൂടിയാണ്. നമ്മുടെ മനസ്സിൽ ഒരു പക്ഷെ ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഉള്ളിൽ തോന്നുന്ന ഒരു കൊച്ചു വിഷമം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കി പൂർണ്ണമായ സന്തോഷത്തോടു കൂടി കിട്ടുന്ന ഗിഫ്റ്റിനെ എന്ത് തന്നെയാണെങ്കിലും അത് പൂർണ്ണ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് അവിടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വയം ഫോർഗീവ്നെസ് നൽകി ആ ഗിഫ്റ്റിന് പിന്നിലുള്ള മനസ്സിനെ തിരിച്ചറിഞ്ഞ് അവിടെ അവർക്ക് റെസ്പെക്ട് കൊടുത്ത് നമ്മുടെ എക്സ്പെക്ടേഷന് മുകളിലേക്ക് വളരാൻ ഏറ്റവും നല്ലത് കൊടുക്കാൻ നാം വളരട്ടെ എന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേകം ഈ ഒരു അവസരത്തിൽ റോസിക്ക് അമ്മ നൽകുകയാണ്. ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഒരു ഗിഫ്റ്റ് നമ്മളിലേക്ക് വരുമ്പോൾ ഇത്രയും മാത്രം ചിന്തിക്കുക. ഈ ഗിഫ്റ്റിന് പിന്നിൽ ഒരു മനസ്സുണ്ട്. ആ മനസ്സ് ഏറ്റവും നല്ലത് കൊടുക്കണം എന്ന ആഗ്രഹം, അവരുടെ സിറ്റുവേഷൻ നമുക്കറിയില്ല, പക്ഷെ സാഹചര്യം നൽകാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ അതിൽ ഏറ്റവും നൽകാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ആ ഗിഫ്റ്റിന് പിന്നിൽ ഉള്ള അവരുടെ സ്നേഹത്തിന്റെ, അവരുടെ മനസ്സിന്റെ ആ ഒരു സന്തോഷത്തിനെ തിരിച്ചറിയുക. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ കിട്ടുന്നത് എന്ത് തന്നെയാണെങ്കിലും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. അവരെ റെസ്പെക്ട് ചെയ്യുക. നമുക്ക് വേണ്ടതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അതിനെക്കുറിച്ച് മാത്രം പറയുക, ഓർക്കുക. ഇത് കൂടാതെ ഓരോ നിമിഷവും തോന്നുന്ന സ്വയം വേദനിപ്പിക്കുന്ന ചിന്തകളെ ഒരുപക്ഷെ ഇന്നത്തെയും മെഡിറ്റേഷനിൽ പറയുന്നത് പോലെ സ്വയം ഫോർഗീവ്നെസ് നൽകുക. അത്തരം ചിന്തയ്ക്ക്
മാപ്പ് ചോദിക്കുക, ആ ഒരു അവസരത്തിലൂടെ കടന്നു പോകാൻ അനുവദിച്ച പ്രകൃതിക്ക് നന്ദി പറയുക, ഒപ്പം ചോദിക്കുക, വാട്ട് ക്യാൻ ഐ ഡു ടു മേക്ക് ദിസ് റൈറ്റ് തോട്ട്? ഇത്തരം ഒരു ചിന്ത ഞാൻ എങ്ങനെ കൂടുതൽ ഭംഗിയോടുകൂടി തിരിച്ചറിഞ്ഞ് കൊണ്ടുപോകണം എന്ന അവയർനെസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നാം നൽകിയ അല്ലെങ്കിൽ നമുക്ക് നൽകപ്പെട്ട അവയർനെസ്സിലൂടെ, ഒരുപാട് ക്ലാസ്സിലൂടെ നൽകപ്പെട്ട കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച ക്രിസ്മസ് ഗിഫ്റ്റിനെയും ഓരോ സന്തോഷവും അതിന് വരുന്ന മനസ്സിനെയും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ. ഒരു പക്ഷെ ഇനി ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോഴും ഞാനിത് ആഗ്രഹിച്ചതല്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ ഗിഫ്റ്റ് നൽകാൻ ഒരു വ്യക്തി എടുത്ത എഫേർട്ടിനെ മാനിക്കുക, അത് പൂർണ്ണ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ഈ ഒരു സെഷന്റെ ബാക്കിയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഇതുപോലത്തെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്കോ സംസാരിക്കാനായിട്ട് നമുക്ക് ടൈമാണ്. ഓക്കെ, ഇപ്പൊ സംസാരിക്കാൻ എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹായ് മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ് പ്രവീണ മാം, നല്ല അടിപൊളി ഒരു സെക്ഷനാണ് നിർത്തത്. അതൊരു സ്റ്റോറിയിലൂടെ മനസ്സിലാക്കി തന്നു. അതായത് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മൾ ആഗ്രഹിക്കണം എന്നുള്ളത്. കാരണം നമ്മള് എപ്പോഴും എന്താണോ ചിന്തിക്കുന്നത്, അതിപ്പോ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അത് നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ ബി മാജിക്കിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ അത് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതിന്റെ മുന്നേ നമ്മൾ അനുഭവിച്ചിരുന്നതൊക്കെ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതായിരിക്കാം. കഷ്ടപ്പാടായാലും സുഖമായാലും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതായിരിക്കാം നമ്മളെ ജീവിതത്തിൽ വന്നു ചേർന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ബി മാജിക്കിൽ വന്നതിന് ശേഷം നമ്മൾ നല്ലതിനെ മാത്രം ചിന്തിക്കുക, നല്ലതിനെ സ്വീകരിക്കാൻ നമ്മളെ മനസ്സിനെ തയ്യാറാക്കുക. നമ്മൾ നെഗറ്റീവ് തോട്ടുകളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്താണോ ആവശ്യം അതിനെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത്. പിന്നെ ഇപ്പൊ മാഡം പറഞ്ഞ പോലെ ഒരു ചെറിയൊരു സാധനം, ഒരു പേനയാണെങ്കിൽ കൂടി ഒരാള് നമുക്കത് ഗിഫ്റ്റ് ആയിട്ട് തരുമ്പോ നമ്മളത് വലിയ മനസ്സോടുകൂടി സ്വീകരിക്കുക. കാരണം അവർക്കത് തരാൻ തോന്നിയ ആ ഒരു മനസ്സിനെ നമ്മള് എപ്പോഴും നമ്മള് നന്ദിയോടുകൂടി ഓർക്കണം എന്നുള്ളതാ. എനിക്ക് എന്റെ അംഗൻവാടിയിൽ നിന്ന് ഒരു കുട്ടി ഇപ്പോ ഗൾഫിലേക്ക് പോണ സമയത്ത് അതിന്റെ ഉമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ സാരി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടി. പക്ഷെ അത് കിട്ടുന്ന സമയത്ത്, ആ കുട്ടിയുടെ കിട്ടുന്ന സമയത്ത് നമ്മളെ മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. വെൽക്കം. താങ്ക് യു. ഉണ്ണികൃഷ്ണൻ സർ. ഹലോ, പ്രീത മാഡാണ്. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. വളരെ പറഞ്ഞ പോലെ നമുക്കിപ്പോ ന്യൂ ഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, ക്രിസ്മസ് ഫ്രണ്ടിനെ കുട്ടികളെ ഇതൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ സ്കൂൾ തുറന്നതിന് ശേഷം അത് നടക്കും, അതിന്റെ ചടങ്ങുകളൊക്കെ നടക്കും. പക്ഷെ ഞാനിതുപോലെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ കുട്ടികള് ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തിട്ട് അവരുടെ പാരന്റ്സിന്റെ ഒപ്പം പോയി വാങ്ങിക്കുമ്പോ ചെറിയ മക്കളല്ലേ, KG സെക്ഷനിലുള്ള കുട്ടികൾ, അവര് പോയിട്ട് എടുക്കുമ്പോ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് അവർ തെരഞ്ഞെടുക്കും. പക്ഷെ ഇത് വേറൊരു കുട്ടിക്ക് ഫ്രണ്ടിന് കൊടുക്കാനുള്ളതാന്ന് ഈ പാരന്റ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല ചിലപ്പോ. ഇവരത് എനിക്ക് ഗിഫ്റ്റ് വേണം പറയുമ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ നമ്മള് ക്ലാസ്സിൽ വന്ന് ഓരോരുത്തരുടെ പേര് വിളിച്ച് അവർക്ക് കൊടുക്കുന്ന സമയത്ത് ഇവര് കൊടുക്കില്ല. ഇത് ഞാൻ കൊടുക്കില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് പറഞ്ഞ് അവര് വാശി പിടിച്ച് ഒരുപാട് പ്രശ്നമായിട്ടുണ്ട്. അപ്പൊ നമ്മളെന്നിട്ട് പിന്നെ ഞങ്ങളെ അടുത്തിരുത്തി അങ്ങനെ ചെയ്യരുത്, നമ്മുടെ ഫ്രണ്ട് അല്ലേ, അപ്പൊ നിനക്ക് ഇങ്ങോട്ടും കിട്ടും ഗിഫ്റ്റ് ഇങ്ങോട്ട് കിട്ടും പറയും. പിന്നെ എന്താണെന്നറിയോ, നമ്മളത് തിരിച്ച് പൊട്ടിക്കുമ്പോ ഈ കുട്ടിക്ക് വിചാരിച്ച ഗിഫ്റ്റ് ആവില്ല, ചിലപ്പോ ചെറുതായിരിക്കും, എല്ലാവരും ഒരേ സാമ്പത്തിക അങ്ങനെയുള്ള ഒരു വിഷയം വരും അവിടെ. അപ്പൊ അവർക്കത് വേണ്ട. ഇത് ചെറിയ ഗിഫ്റ്റ്, അത് എനിക്ക് വേണ്ട, എന്റെ ഉപ്പ് മേടിച്ചത് വലുതാണ്, എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാവും. പിന്നെ ഞങ്ങള് പറഞ്ഞു, അല്ല ഒരേ എമൗണ്ട്, അതായത് ഇപ്പൊ ഒരു 50 റുപ്പീസിലുള്ള അതിന്റെ ഉള്ളിലുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ വലിയ കുട്ടികൾക്ക് കുഴപ്പമില്ല, പക്ഷെ ചെറിയ കുട്ടികൾ, ഇപ്പം മാം ഒരു സ്റ്റോറി പറഞ്ഞതിന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അവരെന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് വേറൊരു കുട്ടിക്ക് കൊടുക്കണത് അവർക്ക് താല്പര്യമില്ല, ചെറിയ കുട്ടികളല്ലേ. പക്ഷെ നമ്മള് പാരന്റ്സ് അത് പറഞ്ഞ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. ചില കുട്ടികൾക്ക് കുഴപ്പമില്ല, ചില കുട്ടികൾക്ക് വിഷമാവും. പിന്നെ ഇനിയിപ്പോ വലിയ ആളുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ പാർട്ട്ണർ തന്നെ എന്ന് വെക്കാം,
ഇപ്പൊ എനിക്ക് ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ എന്റെ ഉണ്ണിയേട്ടൻ എന്ത് സംഭവം എന്ത് കൊണ്ടുവന്നോട്ടെ, ഇനിയിപ്പോ നമുക്ക് എനിക്ക് ചക്ക വറുത്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചില ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു സൗന്ദര്യ പിണക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ അന്ന് കൊണ്ടുവരും ഈ ചക്ക വറുത്തതായിരിക്കും. അപ്പൊ നമ്മുടെ ഇഷ്ടം എന്താന്നുള്ളത് അറിയാം. അപ്പൊ അത് കൊണ്ടുവരുമ്പോ പിന്നെ നമ്മുടെ എല്ലാ ഇതും അപ്പൊ നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് അതിന്റെ വിലയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം അവർ കൊണ്ടുതരുമ്പോൾ നമ്മളത് ഒരുപാട് സ്നേഹത്തോടു കൂടെ നമ്മളത് സ്വീകരിക്കുക. അത് തിരിച്ചു അങ്ങോട്ട് അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അതൊരു കോംപ്രമൈസ് ആവും എന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ആളുകൾ നമുക്ക് തരുമ്പോഴും അതായത് നമുക്ക് അവരുടെ അതിന്റെ ആ ഒരു വിലയോ അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ നോക്കിയിട്ടല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമുക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മനസ്സറിഞ്ഞ് നമുക്കൊരു കാര്യം തരുമ്പോൾ നമ്മളത് പൂർണ്ണ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. ഓക്കെ, എന്തായാലും വളരെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു, വളരെ ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗോപിക ഒരു കാര്യം ചോദിച്ചായിരുന്നു. ഇപ്പൊ പ്രീത മാം പറഞ്ഞതും സിന്ധു മാം പറഞ്ഞതും ഒക്കെ ഒരു ഗിഫ്റ്റിന്റെ കാര്യം പറയുമ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളത് ഇത്ര മാത്രം. നമുക്ക് അതായത് നമ്മൾ വളരേണ്ടത് എവിടെയാന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ, ഏറ്റവും നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ വളരണമേ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കൊടുക്കുന്നത് എന്തായാലും നമ്മൾ കൊടുത്തിരിക്കുന്ന അവര് സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. അപ്പൊ കൊടുക്കാൻ എനിക്ക് കൂടുതൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ഈ വാങ്ങുന്ന ഗിഫ്റ്റിനേക്കാളും നമുക്ക് ഇഷ്ടമുള്ളതൊന്ന് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കൊടുക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാനും പറ്റും. അപ്പൊ ഏറ്റവും നല്ലത് കൊടുക്കാൻ ഞാൻ വളരണമേ എന്ന് പറയുമ്പോ ഞാൻ അവിടെ എനിക്കുള്ളത് വാങ്ങാനും ഏറ്റവും നല്ല വളർച്ചയിലേക്ക് എത്തും. അതാണ് കൊടുക്കുന്നതിലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് ഏറ്റവും നല്ലത് വാങ്ങാനുള്ള വളർച്ചയിലേക്ക് നമ്മൾ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുക. പിന്നെ അതിന് പിന്നിലുള്ള മനസ്സിനെ കാണുക, അത് റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നേ? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാന് കഴിഞ്ഞ ക്രിസ്മസിന്, ഇത്തവണ ക്രിസ്മസ് ഫ്രണ്ടിനെ എടുക്കാൻ എനിക്ക് നമ്മളെ പരിപാടി ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ലായിരുന്നു. കഴിഞ്ഞ തവണ മോന് ഒരാഗ്രഹം ഉണ്ടായിരുന്ന കളർ ലൈറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ LED ഒത്തിരി കളർ, അപ്പൊ അതിങ്ങനെ വാങ്ങണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. എന്റെ ഹെഡ്സെറ്റ് കംപ്ലൈന്റ്, അപ്പൊ ഞാൻ ഒരെണ്ണം വാങ്ങണം എന്ന് വിചാരിച്ചപ്പോ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്ന സംഭവമാണ് ആ സമയത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം ഞാൻ 2 ഫംഗ്ഷനിൽ ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയപ്പോ ഈ 2 സാധനങ്ങളാണ് എനിക്ക് കിട്ടിയത്. അപ്പം നമ്മളെ കൂടെ ഉള്ളവരും നമ്മളെ ശ്രദ്ധിക്കണുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്റെ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് തന്നത് ഹെഡ്സെറ്റ് ആയിരുന്നു. പുള്ളിക്കാരി പറഞ്ഞു, ചേച്ചിയുടെ ഇത് കംപ്ലൈന്റ് ആയത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ചേച്ചിക്ക് എപ്പോഴും അത് ആവശ്യമുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് വേണം എന്നുള്ളൊരു സാധനം തന്നെ ഞാൻ തന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആഗ്രഹിച്ചത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സാധനം തന്നെ കിട്ടിയല്ലോ. അപ്പം അത് വലിയ വിലയുള്ളതല്ല, 100 രൂപയ്ക്കുള്ള സാധനമാണ്, എന്നാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റി. പിള്ളേരുടെ ഞാൻ പറയും, നമ്മൾ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് പിള്ളേർക്ക് അത് നമ്മൾ കൊടുക്കണം അതേ സൈസിൽ തന്നെ തിരിച്ചു കിട്ടണം, ആ വിലക്കുള്ളത് തന്നെ കിട്ടണം എന്നൊക്കെ നോക്കാറുണ്ട്. ഞാൻ പറയും, സമ്മാനം കിട്ടുമ്പോഴത്തേക്ക് അതിന്റെ വിലയും വലിപ്പവും നോക്കല്ലേ, ആ കിട്ടിയല്ലോ എന്നുള്ള ഒരു, അല്ലെ അവർ തന്നല്ലോ എന്നുള്ള ഒരു ആ ഒരു മനസ്സോടുകൂടി കാണണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. ഓക്കെ, അഖില പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. അപ്പൊ അഖില പറഞ്ഞതിലും കൂടി ഒരു പോയിന്റ് കൂടി നമുക്കിവിടെ കിട്ടി. അപ്പൊ അഖില പറഞ്ഞു, ഓക്കെ എനിക്ക് എനിക്കൊരു ഹെഡ്സെറ്റ് വേണം എന്ന് ആഗ്രഹമുണ്ട്, അത് അവൻ ആഗ്രഹിച്ചപ്പോ എനിക്കിത് കിട്ടി, അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആ ഗിഫ്റ്റ് തന്ന മനസ്സിനെയാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ആ ഹെഡ്സെറ്റ് നൽകുമ്പോ അവര് പറഞ്ഞൊരു വാക്യമുണ്ട്, കാരണം എനിക്ക് എന്തായാലും ഗിഫ്റ്റ് അഖിലയ്ക്ക് തന്നേ പറ്റൂ. അപ്പൊ ഞാൻ ചിന്തിച്ചു, അവർക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്, അവരെന്താണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഒരാൾക്ക് എന്തായാലും ക്രിസ്മസ് ഗിഫ്റ്റ്, എന്നിട്ട് ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവരുടെ നീഡ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് മെഷർ ചെയ്താൽ നമുക്കത് എളുപ്പം പിടികിട്ടും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് മൂല്യമുള്ളതായിരിക്കും. കാരണം അതിന്റെ വിലയോ വലിപ്പോ ഒന്നും ആയിരിക്കില്ല, അത് അവരാഗ്രഹിച്ചത് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. സോ ഈ പോയിന്റും കൂടി ഞാൻ ക്രിസ്മസ് ഗിഫ്റ്റിലും കൂട്ടിച്ചേർക്കുകയാണ്. അതുകൂടി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന അതിലേക്ക് ഒരുപാട് നന്ദി. കാരണം ഒരു വ്യക്തിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ
അവർക്ക് നീഡ് എന്താണ്, അവരുടെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രമം കൂടി നമുക്ക് നടത്താം എന്തായാലും. ഓക്കെ, ഇത് എനിക്കും കൂടിയുള്ള ഒരു പോയിന്റ് ആണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ആ ഫ്രണ്ട് എന്തായാലും അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അഖില അത് ഇവിടെ പറഞ്ഞത്. ആ ഫ്രണ്ടിന് ഒരുപാട് നന്ദി. ഇതും കൂടി കൂട്ടിച്ചേർക്കുക. കൊടുക്കുന്ന ഗിഫ്റ്റ് അവർക്ക് നീഡ് ഉണ്ടോ എന്ന് തിരിച്ചറിയുക എന്നുകൂടി ഓർക്കുക. താങ്ക് യു സോ മച്ച്. ഓക്കെ മാം. ദെൻ നെക്സ്റ്റ്. ഹലോ, ആരെങ്കിലും സംസാരിക്കുന്നേ? ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ കൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. മാജിക് മോർണിംഗ്. ഓക്കെ, മാജിക് മോർണിംഗ് മണി സാറേ. നല്ലൊരു ഗിഫ്റ്റ് ആയിരുന്നു, അതാ പറയാനുള്ളത്. ശരിക്ക് 5 ദിവസം വൈകിപ്പോയി എന്നുള്ളൂ. ക്രിസ്മസിന് കിട്ടേണ്ടത് ഇപ്പൊ കിട്ടിയെന്ന് അർത്ഥം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം അതിന്റെ ആ ഗിഫ്റ്റിന്റെ ആ ഉദാഹരണത്തിൽ കൂടെ നമുക്ക് ആ നല്ല വശങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നമ്മൾ എന്ത് ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളെ സന്തോഷം കെടുത്തുന്ന അർത്ഥം. അപ്പൊ എക്സ്പെക്ടേഷൻ കൂടുതൽ അമിതമായിട്ട് വരുമ്പോഴാണ് ആ വിഷമം വരുന്നത്. പിന്നെ നമ്മൾ ആഗ്രഹിച്ച സംഗതികളാണ് നമ്മളിലേക്ക് എത്തുക. അപ്പോൾ നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ആഗ്രഹിക്കാന്ന്. അതുപോലെ തന്നെ എന്ത് കൊടുക്കുമ്പോഴും അവർക്ക് ഉപകാരപ്പെട്ടതും അവർക്ക് സന്തോഷം വരുത്തുന്നതുമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാന്നുള്ള. അപ്പം നല്ല ഒരു മെസ്സേജാണ് ഇന്ന് കിട്ടിയത്. നമ്മൾ എപ്പോഴും ഈ മറ്റുള്ള ആൾക്കാർക്ക് സന്തോഷപ്രദമാക്കാൻ വിധത്തിലുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുക. അപ്പോൾ അത് കൊടുക്കാൻ നമുക്ക് കഴിയണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ട്. അപ്പൊ കൊടുക്കാൻ കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സ്വന്തം വാങ്ങാനും പറ്റും. ആ നിലയിലേക്ക് നമ്മൾ വരും. ഏതായാലും വളരെ പ്രസന്റേഷൻ വളരെ നന്നായി ഉണ്ടായിരുന്നു. നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് പറയാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് മണി സാർ. ഇപ്പൊ മണി സാർ പറഞ്ഞ ഒരു കാര്യം ആദ്യം പറഞ്ഞത് ഇതാണ്, ഒരു പക്ഷെ ഇങ്ങനെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയത് കുറച്ച് വൈകിപ്പോയി. ശരിയായിരിക്കാം. അത് വൈകിപ്പോകാനുള്ള കാരണം കൂടി ഞാൻ വ്യക്തമാക്കാം. എനിക്ക് ഇതേപോലെ ഒരു അസോസിയേഷനിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. അപ്പൊ ആ അസോസിയേഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇതേപോലെ ക്രിസ്മസ് ഫ്രണ്ടിൽ എടുക്കണം. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് ഞാൻ അസോസിയേഷനിൽ അങ്ങനെ ഒരു, കാരണം മുന്നൊക്കെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഒരു കാരണം ഞാൻ മിക്കവാറും ആ സമയത്ത് ഉണ്ടാവാറില്ല. അപ്പൊ ഈ പ്രാവശ്യം പക്ഷെ ഞാൻ ആ സമയത്ത് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ആ അസോസിയേഷനിൽ പോയി പങ്കെടുത്തു. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ്. അപ്പൊ ഞാൻ ആ ഗിഫ്റ്റ് എന്റെ ഫ്രണ്ടിനോട് ഞാൻ വെറുതെ, അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് എന്താ ഞാൻ ഗിഫ്റ്റ് എന്റെ ഫ്രണ്ട് ഇതാണെന്നുണ്ട്. അപ്പൊ ഞാൻ സത്യമായിട്ട് എന്ത് പറഞ്ഞു, എന്റെ ഗിഫ്റ്റ് കിട്ടിയ അല്ലെങ്കിൽ എനിക്ക് കൊടുക്കേണ്ട വ്യക്തിയെ ഞാൻ പറഞ്ഞു എന്റെ ഗിഫ്റ്റ് ആണ്, എന്റെ ഫ്രണ്ട് ആണ് കേട്ടോ എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ അവർ വെറുതെ തമാശയിൽ പറഞ്ഞു. ഞാൻ വെറുതെ എന്താ വേണ്ടത്, അപ്പൊ അവരെന്നോട് വേണ്ടത് എന്താ വെച്ചാൽ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞാണ്, ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷെ അവരൊക്കെ വിശ്വാസം തോന്നും, ഒട്ടും വിശ്വസിച്ചില്ല കേട്ടോ ഞാൻ തന്നെ ആയിരിക്കും. അവരത് പറഞ്ഞപ്പോ ഞാൻ അത് എന്ത് ചെയ്തു, അത് തന്നെ നോക്കിയിട്ട് അവർക്ക് മേടിച്ചു കൊടുത്തു. തിരിച്ച് ഇതേപോലെ അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി. തിരിച്ച് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. ആ ഗിഫ്റ്റ് കിട്ടിയപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഗിഫ്റ്റ് എന്നിലേക്ക് വന്നത് എന്ന് ഞാൻ 2 ദിവസമായിട്ട് കൂലംകുഷമായിട്ട് തന്നെ ചിന്തിച്ചു. അങ്ങനെയാണല്ലോ പറയാം, കാരണം ഇതിനോട് ചിന്തിക്കേണ്ടതായിരുന്നു, എന്തുകൊണ്ടാണ് ഈ ഒരു ഗിഫ്റ്റ് എന്നിലേക്ക് വന്നത്. അപ്പൊ ചിന്തിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അത് ഈ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റിന്റെ മറ്റൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചു, എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ കാലം മുന്നേ ഞാൻ ചിന്തിച്ചിരുന്നു എനിക്കിത് വേണം എന്നത്. പക്ഷെ ആ വേണം എന്നുള്ളത് ഞാൻ വാങ്ങിയപ്പോ അപ്പോഴും അത് എനിക്കിത് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് വെച്ചാൽ, അത് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്ന വെച്ചാൽ അത് ഇവിടെയൊക്കെ അവൈലബിൾ ആവുന്നതിനേക്കാളും പുറത്ത് കിട്ടുന്നത് കുറച്ചുകൂടി അവൈലബിലിറ്റി കുറച്ചുകൂടി നന്നാവും. അതാണ് എനിക്കിത് അവിടുന്ന് വാങ്ങണം എന്ന് ചിന്തിച്ചിരുന്നത്. പക്ഷെ ഞാൻ ഇവിടുന്ന് കിട്ടിയതൊന്നും എനിക്ക് വേണ്ടത് കൊണ്ട് ഞാനത് വാങ്ങി. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ ഒരു പക്ഷെ ആഗ്രഹിച്ചതിന്റെ ഒരു ഫലം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് എന്തെന്നാലും ശരി ഇപ്രാവശ്യത്തെ ടോപ്പിക് അത് തന്നെ വെച്ചേക്കാം എന്ന് തോന്നിയത്. അപ്പോഴാണ് പലപ്പോഴും വായിച്ച കഥകളും കൂടി ഇതിൽ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്കായിട്ട് ഇങ്ങനൊരു ഗിഫ്റ്റ് സമ്മാനമായത്. അപ്പൊ എനിക്ക് ഗിഫ്റ്റിനെ കുറിച്ച് കിട്ടിയപ്പോ ആ ഗിഫ്റ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിച്ചപ്പോഴാണ് ഇത്തരം ഒരു ടോപ്പിക്കിലേക്ക് എന്നെ നയിച്ചത്. അതുകൊണ്ടായിരിക്കാം ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇത്തരം ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എടുത്തു വെച്ചത്. പക്ഷെ ഇനിയും നമുക്ക് അവസരങ്ങൾ ഏറെയുണ്ട്, ഗിഫ്റ്റ് കൊടുക്കാനുള്ള അവസരങ്ങളുണ്ട്. ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇത്തരം ഒരു കാര്യം മനസ്സിൽ ഓർക്കുക, അവരുടെ നീഡ് എന്താണെന്ന് നമുക്ക് മാക്സിമം നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയാൻ രീതിയിൽ വളരണമേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ആ പ്രാർത്ഥിക്കുന്നതിന് കാരണം നമ്മളുടെ ഒരു നീഡ് ഉണ്ടാവും, തിരിച്ചു കിട്ടണം.
അത് നമ്മളിലൂടെ തന്നെ നമ്മളിലേക്ക് വരട്ടെ. എന്നിട്ട് വരുമ്പോ അത് സന്തോഷത്തോടുകൂടി ചെയ്യുക. താങ്ക് യു സോ മച്ച് മൻസർ, ആ ഒരു പോയിന്റ് കൂടി കൂട്ടിച്ചേർത്ത്. കാരണം അതുകൊണ്ടാണ് ഞങ്ങൾക്കത് ഷെയർ ചെയ്തത്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അതിന്റെ പുറകിലുള്ള മനസ്സിന്റെ കാര്യം മാം പറഞ്ഞല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ്. അതെ, അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഉള്ളിൽ നിന്ന് വരണം അത്. സന്തോഷത്തോടു കൂടി കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. അതെ. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. വെൽക്കം. ഓക്കെ, താങ്ക് യു മണി സർ. ദെൻ ഇനി സംസാരിക്കണുണ്ടോ? ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവോ? കൃഷ്ണമൂർത്തി സർ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഓക്കെ, പ്രവീണ, നമസ്കാരം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ പല സ്ഥലത്തും ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ എനിക്ക് അനുഭവമാണ് പറയുന്നത്. ആ പരിസരം ഞാൻ വീക്ഷിക്കാറുണ്ട്. അപ്പോ നമുക്ക് പ്രായമായവരൊക്കെ കാണാൻ കഴിയാറുണ്ട്. ആ സമയത്ത് ഒരു പരിചയമില്ലാത്ത വ്യക്തികളാണ്. പക്ഷെ ഞാൻ ആ പരിസരത്ത് വീക്ഷിച്ചുകൊണ്ട് തന്നെ അവർ എന്തൊക്കെയോ ആഗ്രഹിക്കുന്ന പോലെയല്ല എന്റെ മനസ്സിൽ തോന്നും. ഞാൻ എന്റെ കയ്യിലുള്ള മിച്ചം വെച്ച പൈസ ഞാൻ കരുതാറുണ്ട്. അവർക്കത് കൊടുക്കുമ്പോൾ അവരുടെ ആ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞാൻ ഈ ഇന്നത്തെ ക്ലാസ് മുന്നേ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ എനിക്ക് തോന്നിയത് നല്ലൊരു ഗിഫ്റ്റായി കിട്ടിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല പ്രസന്റേഷൻ. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. താങ്ക് യു ഓൾ. ഗ്രേറ്റ്. കണ്ടോ, നിഷ് സാർ പറഞ്ഞത് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ വളരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. അത് മാത്രം. ഒരു പക്ഷെ ഒരു പുതുവർഷങ്ങൾ അല്ലെങ്കിൽ പുതുവർഷത്തിലേക്കൊക്കെ നമ്മൾ ഒരുപാട് ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഗോള് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വേണ്ടതിനെ കുറിച്ച് മാത്രം, ഒരു പക്ഷെ 2024 കഴിയുമ്പോൾ എന്ത് ഞാൻ നേടി, 2025 എന്ത് വേണം എന്ന് ചിന്തിക്കുക. അത് മാത്രം ഫോക്കസ് ചെയ്യാൻ മുന്നോട്ട് പോകുക. താങ്ക് യു. താങ്ക് യു ഉണ്ണികൃഷ്ണ സർ. ഓക്കെ, ആരാ സംസാരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഓക്കെ, പുതിയ ഒരുപാട് വ്യക്തികളുണ്ടല്ലോ. വന്നുണ്ട്. ഷീജ ഷീജനെ വിളിച്ചോക്ക് മോളെ. ഷീജ മാം, നൗഫൽ സർ, കൃഷ്ണമൂർത്തി സർ, ഇവർക്ക് പുതിയ നെയിംസ് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഓക്കെ, സർ പറഞ്ഞോളൂ. കൃഷ്ണമൂർത്തി സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആക്ച്വലി ബിഗിനിങ് എനിക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും വളരെ നല്ല ക്ലാസ് തന്നെയായിരുന്നു. അതിനിടയിൽ കൂടി ഞാനും ഇൻവോൾവ് ആയി. വളരെ വളരെ ഒന്നും പറയാനില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെ ഞാനും വേണ്ടി റിപ്പീറ്റ് ചെയ്യാന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. എന്തായാലും വളരെ വെരി നൈസ് ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു ഫോർ കമ്മിങ് ഇൻ വീഡിയോ. കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, എനിവേ നമുക്കൊരു മാക്സിമം എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ദിവസങ്ങളും ഞങ്ങള് ജനുവരി 2nd സൺഡേ ഞങ്ങൾ നെല്ലിയാമ്പതി ടൂർ പോകുന്നു ടീച്ചേഴ്സ്. അപ്പോ 2 ദിവസം മുന്നേ എന്റെ കൂടെ 10 വർഷം ജോലി ചെയ്തൊരു ഹെൽപ്പർ, ഒരു ഞങ്ങൾ അംഗൻവാടിയിൽ ഒരു 5 കേന്ദ്രത്തിനുള്ള പാല് വരും ഞങ്ങൾ അംഗൻവാടിയില. അപ്പൊ അത് എടുക്കാൻ വന്നപ്പോ ഞാൻ ചോദിച്ചു എന്താ ടൂറിന് വരുന്നില്ലേന്ന് ചോദിച്ചു. പേര് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവള് പറഞ്ഞേ ഞാൻ വരുന്നില്ല, കാരണം നിന്റെ അടുത്ത് പൈസ ഇല്ല വരാ, 500 രൂപ മതി, പൈസ ഇല്ല, ഞാൻ വരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിട്ട. കാരണം എന്റെ കൂടെ 10 വർഷം നിന്നാളാ. അവള് കുറച്ച് സാമ്പത്തികമായിട്ട് നല്ലോണം പിന്നാക്കുള്ള ഒരാളാ. എനിക്ക് ഭയങ്കര. അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും എനിക്ക് പോരെ, പേര് കൊടുക്ക്, 500 രൂപയല്ലേ, അത് ഞാൻ എടുത്തോളാർന്ന്. അങ്ങനെ പറഞ്ഞ് അവളെ പേര് ഞാൻ കൊടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നുന്ന ഒരു എന്താ പറയാ ഒരു സന്തോഷം. അത് പറഞ്ഞപ്പോ അവളിലുണ്ടായ ആ ഒരു സന്തോഷം കണ്ടപ്പോ എനിക്ക് സത്യന്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം
ദൈവം ആരുടെയൊക്കെ മുന്നിൽ ഏതെല്ലാം രീതിയിലാ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. ഇപ്പൊ ഈയിടെ ഗുരുവായൂർ ഏകാദശി ഞാൻ വ്രതം എടുത്ത സമയത്ത് ഗുരുവായൂർ പോകാൻ വേണ്ടി ഇതുപോലെ മാഡം പറഞ്ഞ പോലെ കുറെ മുന്നേ ആഗ്രഹിച്ചൊരു കാര്യം സാധിച്ചു. പക്ഷെ ഞാൻ അന്നത്തെ ദിവസം അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഒരു 5 മണിക്ക് അംഗൻവാടി വിട്ടു വന്നിട്ട് ഇവിടുന്ന് പോണ സമയത്ത് ബസ്സിലിരിക്കുമ്പോ അതുവരെ എനിക്ക് ക്ഷീണമൊന്നും തോന്നിയിരുന്നില്ല. ബസ്സിലിരിക്കുമ്പോ എനിക്ക് ഭയങ്കര വിശപ്പ്, വായന്നൊക്കെ വെള്ളം വരിക, എനിക്ക് വയറ് കാളിയിട്ട് വയ്യ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ച്, ഭഗവാനെ എനിക്ക് ഒരു നേരമുള്ള ഭക്ഷണം അവിടുന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഞാൻ ചെല്ലുന്നത്. പക്ഷെ ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോഴേക്ക് എല്ലാ ഏകാദശിക്ക് കൊടുക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും അവിടെയൊക്കെ നിന്നുണ്ടായിരുന്നു. എവിടെ ഇല്ല, സംഭവം ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഫ്രൂട്ട്സ് കടയിൽ നിന്നിട്ട് വല്ല പഴം എന്തെങ്കിലും വാങ്ങി കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോ എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ടീച്ചർ ഞങ്ങളുടെ കൂടെ ബസ്സിലുണ്ടായിരുന്നു. ആ ടീച്ചറെ ഭർത്താവ് അവിടെ ഒരു എന്തോ ഒരു സ്റ്റാഫായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എടുത്തു വെച്ച ഏകാദശിയുടെ പുഴുക്കും ഭക്ഷണവും അദ്ദേഹം എനിക്കത് കൊണ്ടുവന്ന് തന്നു. സത്യം, അതിന്റെ ഭാര്യയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ടീച്ചർക്ക് കൊടുക്കുക പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നു. അത് കഴിക്കുമ്പോ ഞാൻ ആ ടീച്ചറോട് പറഞ്ഞേ, ഇപ്പൊ ഗുരുവായൂരപ്പ എന്റെ മുന്നിൽ ഇങ്ങളെ രൂപത്തിലാന്ന് പറഞ്ഞു. കാരണം ആ ഫുഡ് എനിക്ക് അപ്പൊ കിട്ടിയത് എന്തോ അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ കയറി ആകെ എന്തെങ്കിലും പ്രശ്നമാവും, എന്നാലും മനസ്സിലൊരു സമാധാനം ഉണ്ട്, ഗുരുവായൂർ അമ്പലത്തിലാണല്ലോ. അപ്പൊ എനിക്ക് തോന്നിയത് അവരാണ് എന്റെ മുന്നിലിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന ഏകാദശി വ്രതത്തില് എനിക്ക് എടുത്ത ഇത് എനിക്ക് സഫലമായി. കാരണം എന്റെ ഗുരുവായൂരപ്പനായിട്ട് ഇന്ന് വന്നിട്ടുള്ള ഇങ്ങളാന്ന് പറഞ്ഞ കാരണം ആ ഭക്ഷണം ഞാൻ കഴിച്ചു. അപ്പൊ അതാ പറഞ്ഞു, ദൈവം ഏതെല്ലാം രൂപത്തിലാണ് ആരുടെല്ലാം മുന്നിൽ പ്രത്യക്ഷപ്പെടുക നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മളെ മനസ്സിന്റെ ഇതുപോലെ ഇരിക്കും. ഓക്കെ, അതൊന്ന് ഷെയർ ചെയ്യാൻ തോന്നിയോണ്ട് പറഞ്ഞാട്ടാ. ഓക്കെ, 2 പോയിന്റ് കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പൊ സിന്ധു മാം പറഞ്ഞതുപോലെ ഇപ്പൊ ആ ടൂറ് പോകുന്ന വ്യക്തിക്ക് കണ്ടോ, കൊടുക്കാൻ ഞാൻ വളരണമേ എന്ന് ചിന്തിക്കുമ്പോ ആ 500 രൂപ കൊടുക്കാൻ സിന്ധു മാം അവിടെ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റിയത്. ഒരു പക്ഷെ അത്രയും കൊടുക്കാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് പറയുമോ? ഒരിക്കലുമില്ല. അപ്പൊ കൊടുക്കാൻ വളരണമേ എന്ന് ഈ 2025 നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം, പറഞ്ഞുകൊണ്ടേയിരിക്കാം. രണ്ടാമത്തെ കാര്യം, ആ ഒരു സമയത്ത് എനിക്ക് എന്റെ മുന്നിൽ ഇങ്ങനെ സിന്ധു മാം പറഞ്ഞത് അങ്ങനെ ഒരു അവതരണം പോലെ ഉണ്ടായി, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനാണ് നിങ്ങളിവിടെ എത്തിച്ചത്. അപ്പൊ ആ എത്തിച്ചെന്ന് ചിന്തിക്കുമ്പോ അതിന് നന്ദി പറയുകയും ഒപ്പം അത് ആ വ്യക്തിക്ക് തരാനുള്ള ഒരു മനസ്സിനെ നമ്മൾ മാനിക്കുകയും അവരോട് നന്ദി പറയുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. കാരണം അവർക്ക് തരാനൊരു മനസ്സ് വേണം. അതല്ല ഇത് എനിക്ക് ഇന്ന വെച്ചതാണ്, ആ മനസ്സിനെ ഗിഫ്റ്റ് തരാനുള്ളൊരു, ഇതെല്ലാം ഗിഫ്റ്റാണ്. ആ തരാനുള്ള ഗിഫ്റ്റിനെ നമ്മൾ മനസ്സുകൊണ്ട് നന്ദി പറയുക, അവരോട് മനസ്സുകൊണ്ട് മനസ്സ് തുറന്ന് നന്ദി പറയുക, പ്രപഞ്ചത്തിനോട് നന്ദി പറയുക. താങ്ക് യു ഫോർ ഷെയറിങ്. Okay, thank you, Sindhu ma'am. Okay, anyway, thank you so much to all Pravina ma'am. Thank you so much. Anyway, എല്ലാവരുടെ ലൈഫിൽ ഒരുപാട് ഗിഫ്റ്റ്സും കാര്യങ്ങളും ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. Anyway, thank you so much to all. നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ടു all. എല്ലാവരും ഒന്ന് ലീവ് ചെയ്തോളൂ. താങ്ക് യു മാം, താങ്ക് യു ഓൾ. Thank you all. താങ്ക് യു ഓൾ. Thank you.